കൊച്ചി അമ്പലമുകളിലുള്ള ഹിന്ദുസ്ഥാൻ ഓർഗാനിക്സ് കെമിക്കൽ ലിമിറ്റഡിൽ 72 അപ്രന്റീസ്മാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഒരു വർഷത്തേക്കായിരിക്കും നിയമനം ലഭിക്കുക. ഇതിലേക്ക് 3 കാറ്റഗറി ഉണ്ട്. അത് IT കഴിഞ്ഞവർക്കുള്ള ട്രേഡ് അപ്രന്റീസ്, ഡിപ്ലോമ കഴിഞ്ഞവർക്കുള്ള ടെക്നീഷ്യൻ അപ്രന്റീസ്, ബിടെക് ബിരുദമുള്ളവർക്കുള്ള ഗ്രാജുവേറ്റ് അപ്രന്റീസ്, അങ്ങനെ 3 കാറ്റഗറിയിലായിട്ടാണ് 72 ഒഴിവുകൾ. ആദ്യം ട്രേഡ് അപ്രന്റീസിന് നമുക്ക് നോക്കാം. 24 ഒഴിവുകളാണ്. അതായത് ട്രേഡിലുള്ള IT വേണം യോഗ്യത. അതിൽ മെഷീനിസ്റ്റ് 1, മെക്കാനിക്കൽ ഡീസൽ 1, ടർണർ 1, ഫിറ്റർ 10, ഇലക്ട്രീഷ്യൻ 2, വെൽഡർ 1, ലാബ് അസിസ്റ്റന്റ് 5, ഇൻസ്ട്രുമെന്റേഷൻ മെക്കാനിക് 3, അങ്ങനെയാണ് ആകെ 24 ഒഴിവുകൾ. അതിലേക്ക് ലാബ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് BSc കെമിസ്ട്രിയാണ്. ബാക്കി എല്ലാത്തും അതായത് ട്രേഡുള്ള ITI വേണമെങ്കിൽ യോഗ്യത. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 10,560 രൂപ സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കും. ഒരു വർഷത്തേക്കായിരിക്കും പരിശീലനം ലഭിക്കുക. 18 വയസ്സിന് കൂടുതൽ ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ആദ്യമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് https://www.apprenticeshipindia.com apprenticeshipindia.gov.in എന്ന സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാനുള്ളത്. രണ്ടാമത്തേത് ഗ്രാജുവേറ്റ് അപ്രന്റീസാണ്. ബിടെക് ബിരുദമുള്ളവർക്കാണ്. 20 വേക്കൻസികളാണുള്ളത്. അതിലേക്ക് സിവിൽ എഞ്ചിനീയറിംഗ് 1, ഫയർ ആൻഡ് സേഫ്റ്റി 1, കെമിക്കൽ 5, ഇൻസ്ട്രുമെന്റേഷൻ 2, ഇലക്ട്രിക്കൽ 3, മെക്കാനിക്കൽ 6, കമ്പ്യൂട്ടർ 2, അങ്ങനെ 20 വേക്കൻസികളാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 12,300 രൂപ സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഒരു വർഷത്തേക്കായിരിക്കും പരിശീലനം ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അടുത്ത ടെക്നീഷ്യൻ വേക്കൻസിയാണ്. അത് ഡിപ്ലോമ കഴിഞ്ഞവർക്കുള്ളതാണ്. 28 വേക്കൻസികളുണ്ട്. സിവിൽ 1, കെമിക്കൽ 7, കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് 3, കമ്പ്യൂട്ടർ 1, ഇലക്ട്രിക്കൽ 4, ഇൻസ്ട്രുമെന്റേഷൻ 4, മെക്കാനിക്കൽ 8 എന്നുള്ളതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 10,900 രൂപയായിരിക്കും പ്രതിമാസം സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുക. ഒരു വർഷത്തേക്കായിരിക്കും പരിശീലനം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിലേക്ക് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. https://nats.education.gov.in സൈറ്റിൽ ആദ്യം രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം വേണം ഇതിലേക്ക് അപേക്ഷിക്കേണ്ട കാര്യം കൂടി ഓർത്തിരിക്കുക. താല്പര്യമുള്ളൊരു അവസരം പരമാവധി വിനപ്പെടുത്തുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2025 നവംബർ 26 ആണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. താങ്ക് യു.